ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജസ്റ്റ് ഒരു റാൻഡം ഡേ വ്ളോഗാണ്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഒരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പോൾ ഞാൻ വിചാരിക്കും എല്ലാ ദിവസവും ഇന്ന ദിവസം ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും. പക്ഷെ എന്താ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ പോയി വരുമ്പോഴേക്കും ഒരു ടൈം ആവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഓഫീസിൽ ഫോൺ കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ പറ്റുന്നത് സാറ്റർഡേ സൺഡേയ്സ് ആണ്. അപ്പോൾ സാറ്റർഡേ സൺഡേയ്സ് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തും എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ നാട്ടിൽ പോകണില്ല. ഈ വീക്കിൽ പോയില്ല. അപ്പോൾ ഇന്നൊരു റാൻഡം വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ പി ജിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും ഒന്നും എടുക്കാനുണ്ടാവില്ല. അപ്പം ഒന്ന് പുറത്ത് പോണ ദിവസമാണ്. അപ്പോൾ എങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഒരു 9 മണി ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴാണ് ഞാൻ എണീറ്റത്. ഇപ്പോൾ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈകിയാണ് കേട്ടോ എണീക്കാറ്. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. അത് ഞാനിപ്പോൾ ഓഫീസിൽ പോണ സമയത്തായാലും ഞാൻ ചിലപ്പോൾ ഒരു 8:30, 9 ഒക്കെ ആകുമ്പോഴാണ് എണീക്കാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 11:30ക്ക് പോയാൽ മതി. അപ്പോൾ ഞാൻ ആ സമയത്ത് എണീക്കുന്നത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ എണീക്കുന്നത്. പക്ഷേ ഞാൻ വീട്ടിൽ പോയാൽ ഇങ്ങനെയല്ല കേട്ടോ. വീട്ടിൽ ഞാൻ നേരത്തെ എണീക്കും. ഞാൻ കുറേ പേര് പറയണ കേട്ടിട്ടുണ്ട്, ലൈക്ക് നമ്മൾ ഇപ്പോൾ ജോലി സ്ഥലത്തോ കോളേജിൽ പോണ സമയത്തൊക്കെ ഹോസ്റ്റലിലാണെങ്കിൽ അവിടെ നേരത്തെ എണീറ്റിട്ട് വീട്ടിൽ പോകുമ്പോഴാണല്ലോ നമുക്ക് റിലാക്സ് ചെയ്ത് കിടക്കാൻ പറ്റുക. അപ്പോൾ വൈകി എണീക്കുക. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അത് ലൈക്ക് ഇവിടെ ഉള്ളപ്പോൾ ഞാൻ വൈകി എണീക്കും. പക്ഷെ ഞാൻ വീട്ടിലുള്ളപ്പോൾ ഒരു 7:30 ആ ഒരു ടൈമിൽ എങ്ങനെ പോയാലും എണീക്കും. ലൈക്ക് 8 ഒന്നും വിട്ട് ഞാൻ എന്തായാലും പോവില്ല. നേരത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 7 ഒക്കെ ആട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പോകണമെങ്കിൽ അപ്പോഴും എണീക്കും. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് എണീക്കാൻ കുഴപ്പമില്ല. ആൻഡ് അവിടെ വെച്ചാണെങ്കിൽ ഞാൻ ഒരു 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങുകയും ചെയ്യും. പക്ഷെ ഇവിടെയാണെങ്കിൽ ഞാൻ നല്ലോണം വൈകിട്ടാണ് ഉറങ്ങുക. അപ്പോൾ അതിൻ്റെയും ഒരു ഇതുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. 9 o'clock ആയിട്ടുള്ളൂ. 9 o'clock കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് തീർന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞു തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടതാണെങ്കിലും ഞാൻ കഴിക്കുകയുള്ളൂ. മൺഡേ ടു ഫ്രൈഡേ ആണെങ്കിൽ നമുക്കൊരു റൂട്ടീൻ ഉണ്ട്. ഏത് ദിവസം ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ സാറ്റർഡേ സൺഡേ അങ്ങനെയല്ല. ഓരോ സാറ്റർഡേ ഒരു സാറ്റർഡേ ഒരു സാധനമാണെങ്കിൽ മറ്റു സാറ്റർഡേ അടുത്ത സാധനമായിരിക്കും. അപ്പം നമുക്ക് അറിയത്തില്ല എന്തായിരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്ന് എന്തായിരിക്കും എന്ന് അറിയില്ല. ഞാൻ പാസ്ത വേണേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എനിക്ക് ഇവിടുത്തെ പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. പാസ്ത ആയാലും ന്യൂഡിൽസ് ആയാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ രണ്ട് സംഭവം സാറ്റർഡേയ്സാണ് ഉണ്ടാവാറുള്ളത്. ന്യൂഡിൽസ് ചിലപ്പോൾ രാത്രി ആയിരിക്കും, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും സാറ്റർഡേയ്സ്. പാസ്ത ഞാൻ വന്ന സമയത്തൊക്കെ സൺഡേയ്സ് ആയിരുന്നു. അപ്പോൾ ഇന്ന് അത് ഉണ്ടായാൽ മതിയായിരുന്നു. കാരണം ഞാനാണെങ്കിൽ എനിക്കറിയില്ല കഴിഞ്ഞ ആഴ്ച ഇനി പാസ്തയൊക്കെ വെച്ചോന്ന്. കാരണം ഞാനല്ലേ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞാൻ നാട്ടിൽ പോയേക്കായിരുന്നു. അപ്പോൾ എനിക്ക് അറിയത്തില്ല എന്തായിരുന്നു ആ സമയത്തുനിന്ന്. അപ്പോൾ ഇന്ന് അതുണ്ടായാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്യണ ദിവസമാണ് കേട്ടോ വെനസ്ഡേയും സൺഡേയും ലഞ്ച് കഴിക്കാൻ. കാരണം അന്ന് ചിക്കൻ ആയിരിക്കും. കഴിഞ്ഞ വെനസ്ഡേ ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. ഇന്ന് ചിക്കൻ കറി ആയിരിക്കും. അപ്പോൾ പക്ഷേ ഇന്നത്തെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമുക്ക് ഒന്ന് പുറത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനും എൻ്റെ ഫ്രണ്ട് സാന്ദ്രയില്ലേ, അവളും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവൾ അവിടേക്ക് വരും, ഞാൻ ഇവിടേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അവളിവിടെ വന്നൊരു വ്ളോഗ് ഇട്ടിരുന്നു. ഞാൻ ആ വ്ളോഗിൽ വന്നു കഴിഞ്ഞിട്ട് അവൾ പോയിരുന്നു. അവൾ ഒരു ആവശ്യത്തിന് വന്നതാണ് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് അവൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് ഒരു 2-3 മാസമായി എന്ന് തോന്നുന്നു. അവൾക്ക് ഇവിടെ ജോബായി. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഒരു 1 hour ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പ് അവളുടെ സ്ഥലത്തേക്കൊക്കെ പോയിരുന്നു. പക്ഷെ അപ്പം നമ്മൾ വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എവിടെ പോണേന്നൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ മാറി പോവാറാവുമ്പോൾ പറയാം. ഇപ്പം ഒന്നും പോവില്ല കേട്ടോ, കാരണം നമ്മൾ ഇപ്പോൾ അതൊക്കെ പോയാൽ മതി. ആ സമയമാകുമ്പോൾ നമുക്ക് പോകാം. അപ്പം ഞാൻ പറയാം എവിടേക്കൊക്കെ പോകണേന്ന് കേട്ടോ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. നല്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. ഗൈസ്, മിറർ കണ്ടിട്ടൊന്നും തോന്നരുത്, ഇത് ലിഫ്റ്റിലെ മിററാട്ടോ.
ഞാൻ എൻ്റെ ചായ കപ്പ്, ഞാൻ ഇവിടെ നിന്ന് മാത്രമേ ചായ കുടിക്കാറുള്ളൂ. യൂട്യൂബ് ചാനൽ യൂസോ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ പാസ്ത ഒന്നും ആയിരുന്നില്ല. നേരത്തെ പതില്ലേ ഒരു സേമിയ ഉപ്മാ പോലത്തെ സാധനമായിരുന്നു. അപ്പം അതെനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ ഓർഡർ ചെയ്തു സ്വിഗ്ഗിന്ന് ഒരു മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ താഴെ ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് കഴിക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ അവിടെ മ്യൂസിക്കൊക്കെ വെച്ചേക്കും. അവിടെ എപ്പോഴും ടി വി വയ്ക്കും. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരില്ല. അതുകൊണ്ട് ഞാനിന്ന് റൂമിലേക്ക് വന്നതാണ്. അല്ലെങ്കിൽ എപ്പോഴും താഴെ തന്നെ ഇരുന്നിട്ടാട്ടോ കഴിക്കാറ്. റൂമിലേക്ക് അങ്ങനെ ഫുഡ് കൊണ്ടുവരാറില്ല. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ഇത് ഉടുപ്പി ഹോട്ടലിലാണ് കേട്ടോ. ഇവിടുത്തെ ഫേമസ് ആണ് ഉടുപ്പി. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്തു. പിന്നെ ചായ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ചായ ജിഞ്ചറും അതൊക്കെ ഇട്ടതായത് കൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനത്തെ പാക്കേജിങ് ഒക്കെയാണ്. ആൻഡ് ഇവിടുത്തെ ഒരു ഇതെന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം മസാല ദോശ ആയാലും നെയ് റോസ്റ്റ് ആയാലും ഒക്കെ കുറച്ച് അധികം ക്വാണ്ടിറ്റി നമുക്ക് തോന്നിക്കും, ലൈക്ക് ഇത്തിരി വലുതായിരിക്കും. പക്ഷെ ഇവിടെയൊക്കെ ചെറുതാണ് കേട്ടോ. മസാല ദോശ ആയാലും നെയ് റോസ്റ്റ് ആയാലും ഒക്കെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഈ ഉടുപ്പി ഹോട്ടലാണ് ഞങ്ങൾ വന്ന സമയത്ത്, ലൈക്ക് എല്ലാവരും കൂടി വന്നപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ലഞ്ച് കഴിക്കുന്നതൊക്കെ ഉടുപ്പിയായിരുന്നു. നമ്മൾ വെജിറ്റേറിയൻ ആയിരുന്നു ആ സമയത്ത് ചൂസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ സാമ്പാറും ചട്നിയാണ് തോന്നുന്നു. പണ്ടത്തെ ഞാനാണെങ്കിൽ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്ന സമയത്ത് ഞാനാണെങ്കിൽ ഇപ്പം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല, പട്ടിണിരിക്കും. പക്ഷെ ഇപ്പം എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മൾ ഫുഡ് കഴിക്കണമല്ലോ. ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കാശ് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുക. അത് കഴിച്ചു നോക്കാം കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞു താഴെ ഇരുന്നപ്പോൾ. ഇത് ഞാൻ എടുത്തതാണ് കാരണം എനിക്ക് ഒരു ചൂട് ഇതിൻ്റെ ഒപ്പം ഇഷ്ടമാണ്. മിക്ക സമയത്തും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ സമയത്ത്, മിക്ക സമയത്തല്ല കുറച്ച് സമയത്തൊക്കെ എന്താ പറയുക, ചായ തീർന്നു പോകും കേട്ടോ. ചില ദിവസങ്ങളിൽ ചായ പെട്ടെന്ന് തീരും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊരു 9 ആ ഒരു സമയത്തൊക്കെയാണ് പോവുക. 9:30 ഒക്കെ ആവും ചില സമയത്ത്. ആ സമയത്ത് പോകുമ്പോൾ ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവും ചായ. എന്നിട്ട് ചമ്മന്തി ആവണമെങ്കിൽ അടുത്ത് പൊട്ടിക്കാൻ വയ്യാതുകൊണ്ട്. വാവ്, സാമ്പാറാണ് ഇത്. ഞാൻ സാമ്പാർ തന്നെ എടുക്കേണ്ടി വരും. ഞാൻ അതുകൊണ്ട് പ്ലേറ്റിലേക്ക് ഇടുന്നില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഡിപ്പ് ചെയ്തിട്ട്. ആൻഡ് ഈ മസാല ദോശയുടെ ഉള്ളിൽ ലൈക്ക് പൊടി വെച്ചിട്ടുണ്ട്. നമ്മുടെ അവിടെയൊന്നും അത് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി കിട്ടുന്ന സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിക്കുന്നിടത്തൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമുക്ക് കുറച്ചെടുത്ത് ചട്നിയിൽ ഡിപ്പ് ചെയ്ത് കഴിച്ച് നോക്കാം. ഓക്കെയാണ്, പക്ഷെ ഓക്കെയാണ്, പക്ഷെ നമ്മുടെ പി ജിയിൽ ഉണ്ടാക്കണ പോലത്തെ ചട്നി അല്ല അത്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇത്ര നേരം ചുമ്മാ ഇങ്ങനെ വെറുതെ ഫോണൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ 12:45 ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഞങ്ങളൊരു 11 o'clock ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് സാന്ദ്രയ്ക്ക് വയ്യായിരുന്നു. അപ്പോൾ അവൾ എണീറ്റപ്പോഴും ഒക്കെ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങളിപ്പോൾ പ്ലാൻ ഇട്ടത് ഒരു 1:30 ഇറങ്ങാമെന്നാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സന്തോഷമായി. കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ സൺഡേ ആയതുകൊണ്ട് ചിക്കൻ കറി ആയിരിക്കും. അപ്പോൾ അത് കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ 12:45 ആയി. അപ്പം ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ ജസ്റ്റ് കുളിച്ച് വന്നിട്ട് ഡ്രസ്സ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയി ഫുഡ് കഴിക്കും. ഇന്ന് ചോറും ചിക്കൻ കറി ആയിരുന്നു. പിന്നെ വെജിറ്റേറിയൻസിന് പനീറുണ്ടായിരുന്നു.
പിന്നെ അവിടെ രസവും മോരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ കറി ഉള്ളപ്പോൾ നമ്മൾ വേറെ ഒന്നും എടുക്കില്ലല്ലോ. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞില്ല എല്ലാവരും ടി വി കാണുമായിരിക്കും. അവിടെ നല്ല വോളിയത്തിൽ പാട്ടൊക്കെ ഇട്ടേക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഒരു മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, കണ്ണ് എഴുതിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്കൊന്നും നമ്മൾ മേക്കപ്പിൽ കൂട്ടില്ലല്ലോ, അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇറങ്ങാം. അപ്പം ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വന്നു, പിന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോങ് ഇങ്ങനെ നോക്കി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് സ്റ്റെപ്സൊക്കെ ഒന്ന് ഇട്ടു, ജസ്റ്റ് ഒന്ന് നോക്കി. പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് എനിക്കൊരു റീൽ എടുക്കണം എന്നുണ്ട്. ഇച്ചിരി ക്ലാസിക്കൽ ടൈപ്പ് ഓഫ് അതാണ്, എന്ന് വെച്ചാൽ ഫിലിം സോങ് ആണ്, ലൈക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ്, സെമി ക്ലാസിക്കലാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു റീല് നോക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് എടുക്കാം. കാരണം ഞാൻ ഇതിലിപ്പോൾ പറഞ്ഞു, നമ്മൾ കബൺ പാർക്കിലാട്ടോ പോകുന്നത്. ബാംഗ്ലൂർ ഉള്ളവർക്ക് ഇത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും, കാരണം എല്ലാവരും എപ്പോഴും പോകുന്നൊരു സ്ഥലമാണ് കബൺ പാർക്ക്. പിന്നെ അതുപോലെ തന്നെ വല്ല ആൾക്കാരൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലവും കൂടിയാണ് കേട്ടോ. ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ആരെങ്കിലും ടൂറൊക്കെ ആയിട്ട് ബാംഗ്ലൂർ വരുമ്പോൾ അവരെന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കബൺ പാർക്ക്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ചുമ്മാ നടക്കാം, പുല്ലിലൊക്കെ ജസ്റ്റ് ഇരിക്കുക, ഫോട്ടോ എടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറേ കപ്പിൾസൊക്കെ ഉണ്ടാവും അവിടെ, വേറെ സ്പെഷ്യാലിറ്റി ഒന്നും അവിടെ ഉണ്ടാവാറില്ല. പിന്നെ അതിൻ്റെ പുറത്ത് കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സൊക്കെ ഉണ്ട്, ലൈക്ക് എന്താ പറയുക, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുന്ന മോമോസ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അതിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാട്ടോ. ഞാൻ വേർത്തു, ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടോ, മെട്രോയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്ത് നല്ല കാറ്റും അതുപോലെ തന്നെ മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്തിരി ടെൻഷനായി, ഇനി മഴ പെയ്യുമെന്ന്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് മെട്രോ എത്തി. ഞാൻ ചെന്നപ്പോൾ തന്നെ മെട്രോ വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. വിധാൻ സൗദ മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ഇതാണ് കേട്ടോ വിധാൻ സൗദ. അപ്പോൾ അവിടെ ഇറങ്ങി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സാന്ദ്ര വന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ കണ്ടുമുട്ടി. അതെ, നമ്മളിന്ന് കുറേ വീഡിയോകൾ എടുക്കാനാണ് വന്നത്. ഒരാൾ വലിയ മോഡലൊക്കെ ആയി. അതെ അതെ അതെ, കുറേ ഷൂട്ടൊക്കെ വന്നു. ഇപ്പം കൊളാക്കുന്നിട്ട് എനിക്കൊരു റീലെടുക്കണോ, എനിക്കത് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ കബൺ പാർക്കിലേക്ക് ചെന്നു കേട്ടോ. ഇതാണ് കേട്ടോ കബൺ പാർക്ക്. നല്ല രസമാണ് ഇങ്ങനെ ചുമ്മാ നടക്കാനായിട്ട് കേട്ടോ. കാരണം നമ്മൾ ഡയറി മിൽക്ക് കഴിക്കാൻ പോകുന്നു. പൊട്ടിക്കണ വീട് നമ്മൾ കുറെ വേറെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് നമുക്ക് രണ്ടുപേർക്കും ഓരോ വീഡിയോസ് എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ അത് ഉണ്ടാവുള്ളൂ. പക്ഷേ അത് എനിക്ക് ഇവിടെ നല്ല മഴയുടെ ഒരു ലക്ഷണമുണ്ട്, നല്ല കാറ്റൊക്കെ. ഗൈസ് ഇത് കാണുമ്പോൾ നാട്ടിലുള്ളവർ പറയാം മഴയുണ്ടോന്ന്. അവിടെ നല്ല മഴയാണെന്നാണ് ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അമ്മയും പപ്പയൊക്കെ പറഞ്ഞത്. എനിക്ക് തോന്നണ നാളെ അവധി കിട്ടുന്ന, കാരണം അത്ര മഴയുണ്ട് ഇവിടെ. നല്ല മഴയാണ് ഇപ്പം ഇല്ല, മഴയില്ല ഗൈസ്, പക്ഷെ ആ ഒരു ഫീലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വൈഷ്ണവിൻ്റെ റീൽ എടുക്കും, നമുക്ക് അതും കാണാം. അത് റീൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സിൽ ഇടുന്നതായിരിക്കും. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇനി വീഡിയോ ഒന്നും എടുത്ത് വരില്ല, അതുകൊണ്ട് എല്ലാവരും ഇതിൽ കയറി കാണണം. ഗൈസ് പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഞങ്ങൾ ഒരു മാസം മുമ്പ് ഞങ്ങളൊന്ന് മീറ്റ് ചെയ്ത് തന്നെ വ്ളോഗ് ഒരാൾ എടുത്തിരുന്നു. അതെൻ്റെ ഫോണിൽ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. അതെ അതെ. ആക്ച്വലി ഞാൻ ഷുഗർ കട്ടിലായിരുന്നു, പ്രത്യേക സാഹചര്യത്തിൽ ഷുഗർ കട്ട് മുടക്കി ഇന്നലെ. പറഞ്ഞു നിനക്ക് വയ്യാണ്, അപ്പം അത് കാരണം ചോക്ലേറ്റ് കഴിക്കാം. അപ്പം നമുക്ക് വൈഷ്ണവിയുടെ റീലിൽ കാണാം. എല്ലാം പുറമെ UK ചെന്ന് കഴിയുമ്പോഴുള്ള അക്കോമഡേഷൻ ആൻഡ് എയർപോർട്ട് പിക്കപ്പ് അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഫോൺ അതിനകത്ത് വെച്ച് നോക്കിയാലോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എൻ്റെ റീലെടുത്ത് കഴിഞ്ഞു. പക്ഷെ എൻ്റെ സാധനം എടുത്ത് കഴിഞ്ഞിട്ടില്ല. ഞാൻ നല്ല കുട്ടിയായിട്ട് പെട്ടെന്ന് തന്നെ എടുത്തില്ലേ. എൻ്റെ മുടി മര്യാദയ്ക്ക് ഇരിക്കണില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്കിനി ഇവളുടെ വീഡിയോ എടുക്കാം. ഇത് കുറച്ച് സ്ക്രിപ്റ്റൊക്കെ എഴുതി ചെയ്യേണ്ട ഒരു ഇച്ചിരി പണിയുള്ളതല്ലോ. വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ. എൻ്റെ മുടിയാണ് പ്രശ്നം. ആദ്യം നല്ലൊരു ഇതായിട്ട് തന്നതാണ്, അത് അയച്ചു. അതെനിക്ക് മുടി ഒട്ടിയിരിക്കണമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഗൈസ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്തിലാണ്? ഈ വ്ളോഗർമാരുടെ കയ്യിലൊക്കെ ഉണ്ടാവില്ല അതുപോലെ. പക്ഷെ ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല, ചിന്ന ഞാൻ എടുത്തതാണ്. ഇങ്ങനെ വയ്ക്കാമല്ലോ. ഓക്കെ,
കണ്ടോ ഇപ്പൊ കൊള്ളാം. എൻ്റെ ഫോൺ എന്ത് ചെയ്യാം, നമ്മൾ വീഡിയോ എടുത്തിട്ടൊന്നും ശരിയാവണല്ലോ. എന്തോ ഒരു മെന വരണില്ല അങ്ങോട്ട്. ഒരെണ്ണം നമ്മൾ എടുത്തു, നമുക്ക് വേറെ സ്ഥലത്ത് പോയി എടുക്കാം. ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു. നമുക്ക് വൈകുന്നേരം ചർച്ച് സ്ട്രീറ്റിൽ പോകാം, അപ്പം അതും കാണിക്കാം. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണെങ്കിൽ കുറേ കുട്ടി കുട്ടി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അതൊക്കെ ഉണ്ട്. ലൈക്ക് എന്താ പറയുക, സ്ട്രീറ്റ് പോലെയാണ്. ചേർച്ച് സ്ട്രീറ്റ് ആണെങ്കിലും കുറച്ചുകൂടി എക്സ്പെൻസീവ് അല്ലേ, അപ്പോൾ നമ്മളൊന്നും വാങ്ങില്ല. മധുരം ഇവിടെ വെച്ച് പുതിയൊരാളെ പരിചയപ്പെട്ടു, എൻ്റെ ഫ്രണ്ട് അനുപമ. ഓക്കെ, ഹായ് ഗൈസ്. ഇവിടെ കബൺ പാർക്കിൽ ഇവിടെ എങ്ങും ലൈബ്രറി ഇല്ലാതെ ഈ ലൈബ്രറിയിൽ പഠിക്കാൻ വേണ്ടി പഠിക്കാൻ നിൽക്കാണ്. നമ്മൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അനുവിന്റെ കല്യാണത്തിന് ഡാൻസ് കളിക്കുന്നതിനെ പറ്റിയുള്ള പ്ലാനിങ് അതുവരെ ഡിസ്കസ് ചെയ്തു. വൈഷ്ണവിയുടെ ഗൈസ്, ഇവളുടെയും ഗൈസ്. ഞാൻ അതെന്തായാലും നിങ്ങൾ അതായത് നമ്മൾ 3 പേരുടെയും നമ്മൾ 3 പേരും കളിക്കും. നമ്മൾ കബൺ പാർക്കിന്റെ ലൈബ്രറിയിലാണ് ഇപ്പോൾ ഉള്ളത്. വേറെ ഒരു സ്ഥലം കിട്ടാഞ്ഞിട്ട് നമ്മൾ ലൈബ്രറിയിൽ നിന്ന് പഠിക്കാൻ. നമ്മൾ സോഷ്യൽ മൂവ്മെന്റിനെ പറ്റി പഠിക്കാനാണ് വന്നിരിക്കുന്നത്. പഠിച്ചിട്ട് കാണാം. അതായത് വേറൊരു സ്ഥലവും കിട്ടിയില്ല. നല്ല മഴയാണ് ഇപ്പോൾ. ഗൈസ്, അപ്പോൾ 6 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. സെക്യൂരിറ്റി ചേട്ടന്മാർ പോകാൻ പറഞ്ഞു. അപ്പോൾ ഇനി സെർച്ച് സ്ട്രീറ്റ് പോകണ്ടോ? ചുമ്മാ മെട്രോയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കാം. നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടൊന്നും കഴിച്ചില്ല. ഞങ്ങളുടെ പ്ലാനൊന്നും നടന്നില്ല. ഇവളുടെ വീഡിയോ പിന്നെ എടുത്ത് എൻ്റെ വീഡിയോ ഒട്ടും നടന്നു. അതല്ല, നമ്മൾ ക്ലേ വെച്ചിട്ടൊരു പ്ലാൻ നടന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കട്ട് ഫ്രൂട്ട്സ് ഗ്രേപ്സ്. ഗൈസ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു നോസ്റ്റു ഉണ്ട്. ഈ ഒരു സ്ഥലവും ഈ ഒരു കട്ട് ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കുറേ കാലം മുമ്പ് ഇവിടെ വന്നിരുന്നതായിരുന്നു. ഒരു 3 years ബാക്ക് അല്ലേ? 3 ആ ശരിയാ, കുറേ നാളായി. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴല്ലേ? സെക്കൻഡ് ഇയറിൽ നിന്ന് തേർഡ് ഇയറിലോട്ടുള്ള ആ ഒരു സമയത്ത് നമ്മൾ ഇന്റേൺഷിപ്പിന് ബാംഗ്ലൂരാണ് വന്നത്. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ കറങ്ങാത്ത സ്ഥലങ്ങളില്ലായിരുന്നു. അതെ, 10 ദിവസം അല്ലേ ഉണ്ടായി? 10 ദിവസം നമ്മൾ ഒരുവിധം എല്ലാവിടെയും കറങ്ങിച്ചു. അപ്പം ഞങ്ങൾ വന്നിരുന്നപ്പോൾ കബൺ പാർക്കിൽ വന്നിരുന്നു. അപ്പോൾ സൈഡിലൊരു കടയുണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെക്കണം. അപ്പോൾ അവിടെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ തന്നെ 2 പ്രാവശ്യം ഇവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഞാൻ അല്ലാണ്ടും വന്നിട്ടുണ്ട്, ഇവളും അത് അല്ലാണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും വരുന്നൊരു സ്ഥലം പോലെയാണ് നമ്മുടെ അവിടുത്തെ ലുലുമോളൊക്കെ പോലെ എപ്പോഴും വരുന്ന സ്ഥലമാണ് ഇവിടുത്തെ കബൺ പാർക്ക്. അപ്പം ഞാൻ എപ്പോഴും വരുമ്പോൾ വേറെ എൻട്രൻസിൽ കൂടെയൊക്കെ വരാറ്. ഈ ഒരു എൻട്രൻസിൽ കൂടെ ഇത് ആദ്യമായിട്ടാണ്. ആദ്യമായിട്ട് ഇൻ സെൻസ് അന്ന് കോളേജിൽ വന്നതിന് ശേഷം പിന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു നെസ്റ്റ് അടിച്ചു. ഇവിടെ ചേർച്ച് സ്ട്രീറ്റിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാട്ടോ പാച്ചൂസ് റോള്. ഗൈസ്, ജംബോ ക്രിസ്പി റോളാണിത്. പ്രൊഫഷണലിസം ഉണ്ടോ? അടുത്ത് കാണിച്ചു. എന്ത് സിമ്പിളായിട്ടാണ് ചേട്ടനത് മടക്കുന്നത്. നമ്മൾ ഇരിക്കണം. കുടുംബത്തും തരില്ല. പാച്ചൂസ് റോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡ് സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ ചേർച്ച് സ്ട്രീറ്റിൽ ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു, ജസ്റ്റ് റാൻഡമായിട്ട്. പിന്നെ ഈ ഒരു വീഡിയോ നല്ല രസമില്ലേ? ഇതാണെങ്കിൽ അവർ നമ്മൾ കണ്ടിട്ടില്ലേ കുറേ വീഡിയോസിൽ ഇങ്ങനെ ഐസ്ക്രീം തന്നിങ്ങനെ പറ്റിക്കണം ആ ഒരു സംഭവം കേട്ടോ. ശോഭ സിറ്റി മാൾ അങ്ങനെ വെറും ശോഭ മാൾ. അപ്പം നമ്മൾ വാഷ്റൂം വന്നിട്ട് അപ്പം നമ്മൾ പിരിയാൻ പോവുകയാണ്.
നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇനി നമ്മൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ മെട്രോ കയറാണ്. ഇപ്പോൾ രണ്ടുപേരും 2 മെട്രോയാണ്, 2 ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. എനിക്ക് 2 മെട്രോ കയറണം. മതി. ഞാൻ എന്നിട്ട് വെക്ക് ഊബർ വിളിക്കണം. കഷ്ടപ്പാടാണ്. ഇപ്പോൾ 9:30 11 മണിക്ക് എന്തോ ലാസ്റ്റ് മെട്രോ. ഞാൻ ഒരു 10:30 ആകുമ്പോൾ എത്തുമായിരിക്കും. എനിക്ക് 1 മണിക്കൂർ വേണ്ട. എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ വൈൻഡപ്പ് എടുത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു സൺഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ.